ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ബ്ലോഗ്. അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും പിന്നെ നമ്മൾ അറിയുന്നവർ ആരാണെങ്കിലും ചോദിക്കും എപ്പോഴും, നിങ്ങളുടെ വീട്ടിലെ പുല്ലൊക്കെ കരിഞ്ഞു പോയാന്ന്. അപ്പോൾ പുല്ലിനെ കുറിച്ച് കാണിക്കാനാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുറേ ദിവസമായാലും പിന്നെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടും സംസാരിച്ചിട്ടൊക്കെ പുല്ല് എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നമ്മുടെ വീട്ടിൽ 3 തരം പുല്ലുണ്ട് കേട്ടോ. അതായത് പേൾ ഗ്രാസിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ചെറിയ ഷോർട്ടായിട്ടുള്ള ലീഫ് വരുന്ന ഇതുണ്ട്, കുറച്ച് വലിയ ലീഫ് വരുന്നതുണ്ട്, പിന്നെ മെക്സിക്കൻ ഉണ്ട്. മെക്സിക്കൻ പിന്നെ നമ്മൾ വീട് ഓപ്പണിങ് കഴിഞ്ഞതും വെച്ചാട്ടോ. വീട് ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ തന്നെ വെച്ചതാണ് മെക്സിക്കൻ ഗ്രാസ് പുറത്തുണ്ടായിരുന്നു, പിന്നെ ഉള്ളിൽ പറകോളിലുണ്ടായിരുന്നു, മതിലിന് പുറത്ത് പറകോളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പുറത്തുള്ള പറകോളിലൊക്കെ ഉണങ്ങിപ്പോയി. നമ്മൾ സത്യം പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാറില്ല. ഈ മെക്സിക്കൻ നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല. വെള്ളം എപ്പോഴെങ്കിലും അടിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ അത് ഉണങ്ങിപ്പോയിട്ടോ. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ പറകോളയിൽ സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ ഉണ്ട്. അത് ഞങ്ങൾ കാണിച്ചു തരാം. ഒന്ന് ഡ്രം ചെയ്ത് ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇത്രയും 3 വർഷമായിട്ട് നമ്മൾ വെച്ചിട്ട് ഈ 3 വർഷത്തിനിടയ്ക്ക് നമ്മളിപ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അതിനൊന്ന് ഡ്രം ചെയ്തിട്ട് ഒരാളെ വെച്ചിട്ട്, അതായത് ഒരാൾക്ക് കൂലി കൊടുത്തിട്ട് അല്ലെങ്കിൽ അയാൾക്ക് ഒരു ദിവസത്തെ ഇത് കൊടുത്തിട്ട് നമ്മൾ നിർത്തിയത് ഇത്രയും കാലത്തിന് ശേഷം ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡ്രം ചെയ്ത് ഒന്ന് ലെവലാക്കി വിട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് പുല്ലിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. പുല്ലുകൾക്ക് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് പുല്ലിൽ വന്നിരിക്കുന്ന അപാകതകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. പുല്ലിൽ വന്ന കളകൾ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഒരുപാട് ലാഗടിപ്പിക്കില്ല. ആദ്യം നമുക്ക് കള എന്താണെന്ന് പരിചയപ്പെടാം. ഓക്കെ, പിന്നെ കണ്ടില്ലേ നമ്മുടെ വാഴ റോബസ്റ്റ് ആണ്, ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കള എന്താണെന്ന് കാണാം. ഇതാണ് കള, കണ്ടില്ലേ? ഈ വലിയ ലീഫ് കാണുന്നില്ലേ, ഇത് മൊത്തം കളയാട്ടോ. ഇത് നമുക്ക് ശരിക്കും ഇങ്ങനെ വലിച്ചിട്ട് മൊത്തം ഈ വേരോട് കൂടിയിട്ട് നമ്മളത് പിഴുത് കളയണം. എന്നാലേ അത് നല്ലേ. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല മെയിനായിട്ട്. നല്ലേ വെറുതെ ഇങ്ങനെ വലിച്ചാൽ തന്നെ വരും. അത് കളയാട്ടോ സംഭവം. അത് പോയി കഴിയുമ്പോൾ നല്ലേ, ഇതാണ് ഈ കാണുന്ന ഇത് ആവശ്യമില്ലാത്ത സാധനം. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ പേൾ ഗ്രാസിനെ കേടുവരുത്താൻ, അതായത് അതിൻ്റെ ഒപ്പം വരുന്നൊരു സാധനമാണ്. നമ്മളതിനെ ഒഴിവാക്കി നേരെ തെങ്ങിൻ ചോട്ടിലെത്തുക. ചിലപ്പോൾ വരുന്ന ഈ സംഭവങ്ങളെല്ലാം വലിച്ചു കളയാം. ചിലപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ചിലപ്പോൾ അങ്ങനെ ഒരു ഇതല്ലേ മണ്ണ് കണ്ടെന്ന് വരും. ആ ഭാവം ഇല്ലാതെ ഇത് നമുക്ക് സീനില്ല. നമുക്കത് പിന്നെയും ഈ പേൾ ഗ്രാസ് അതിലേക്ക് തീർത്ത് വന്നോളൂ. ഓക്കെ, പിന്നെ വേറൊരു തരം കളയാണ് ഈ കാണുന്ന കള. ഇത് അതിൽ വരുന്ന ഒരു തരം ഇതാട്ടോ. ഇത്രയൊന്നും ആകാൻ വിടാൻ പറ്റില്ല കേട്ടോ. അതിന്മേ തന്നെ നമുക്കിത് കഴിക്കണം. പിന്നെ ഈ കാണുന്നത് ഇതൊക്കെ ഇതാ പറിച്ച് കളയുക. ഇതൊക്കെ ഇങ്ങനെ ഇതാ പറിച്ച് കളയുക. പിന്നെ അടുത്ത കളയാണിതാ ഈ കാണുന്ന. ഇത് സത്യം പറഞ്ഞാൽ വള്ളിയാട്ടോ. ഈ വള്ളിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഈ വള്ളിയൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. വള്ളിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇവനാണ് പ്രശ്നക്കാരനാണ് കേട്ടോ. ഇവനാണ് പ്രശ്നക്കാരനാണ്. ഇവൻ എങ്ങനെ പോയാലും നമ്മൾക്ക് വേരോടെ വലിക്കാൻ കിട്ടത്തില്ല. ഇവൻ വരുമ്പോൾ നമുക്ക് വലിച്ചു കളയാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത കള എന്താണെന്ന് പരിചയപ്പെടാം. വരും. അടുത്ത ഒരു നമ്മളെ ഗ്രാസിനെ ഭംഗി കുറയ്ക്കാൻ വേണ്ടി വരുന്നൊരു സാധനമാണിത്. ഇതിനെ നമ്മൾ സത്യം പറഞ്ഞാൽ വേരോടെ പിഴുതെടുക്കാൻ പെട്ടെന്ന് കിട്ടില്ല. അതായത് നമ്മളിത് വെച്ചതുമില്ല. അതായത് കണ്ടില്ലേ, ഇവനാണ് സംഭവം. ഈ കാണുന്ന കറുകപ്പുല്ലെന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയില്ല. ഇവനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടിയോടെ പിഴുതെടുക്കാനും കഴിയത്തില്ല. കണ്ടില്ലേ, വേര് കിട്ടിയിട്ടില്ല. ഇവൻ്റെ വേരെന്ന് പറയുന്നത് ഒരുപാട് ഭാഗത്തേക്ക് പോകുന്നൊരു സംഭവം. ഇതൊന്നും കിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് വലിച്ചെടുക്കുക എന്നല്ലാതെ കിട്ടില്ല. ഇപ്പം നിങ്ങൾ ഗ്രാസ് വെച്ചതും ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചില്ലേ, ഗ്രാസ് വെച്ചതും തന്നെ നമ്മൾക്ക് ഇവനെ കാണാൻ കഴിയും. അപ്പോൾ ഇവനെ ആദ്യമേ തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ സമാധാനം കിട്ടും. പക്ഷേ ഫുള്ളായിട്ട് സമാധാനം കിട്ടത്തില്ല. എന്തായാലും വരുമ്പോൾ അതിനെ പിഴുത് വലിച്ചെറിയുക. പിന്നെ ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ മെക്സിക്കൻ ഗ്രാസ് കാണിച്ചു കേട്ടോ. മെക്സിക്കനിലേക്ക് നമുക്ക് പോകാം. മെക്സിക്കൻ ഗ്രാസിലേക്ക് കിടക്കും. മെക്സിക്കൻ ഗ്രാസ് എന്ത് പറയാൻ പറഞ്ഞല്ലേ, വലുതായിട്ട് ഞങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത സംഭവമാണ്. ഡ്രം ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കണം. കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. കുറച്ചുകൂടി ചെടികളൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട്. കുറേ അധികം ചെടിച്ചട്ടികൾ വെക്കുന്നുണ്ട്. അതൊക്കെ വെച്ചതിന് ശേഷമാണ് ഒന്നുകൂടി ഭംഗിയാവുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ഗാർഡനൊക്കെ കാണണം ഇഷ്ടമാണെങ്കിൽ ഇട്ടുതരാം. നമുക്ക് ഓവറോൾ നമ്മുടെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഷോർട്ട് പുല്ല്, അതായത് ഇതാണ് നമ്മുടെ ഗ്രാസ്, അതായത് പേൾ ഗ്രാസ്. പേൾ ഗ്രാസിൽ ഇത് ഷോർട്ടാണ് അല്ലേ, ഷോർട്ട് ലീഫാണ് ഈ കാണുന്നത്. ഞാനൊന്ന് കാണിച്ചു തരാം. ഷോർട്ട് ലീഫാണ് ഈ കാണിക്കുന്നത് അല്ലേ. അത്ര വലിപ്പം വരില്ല. ഇങ്ങനെ നീളത്തിൽ വള്ളി പോലെ ഇങ്ങനെ പോകത്തുള്ളൂ. ഇതിൻ്റെ തന്നെ വലിപ്പമുള്ളത് നമുക്ക് കാണാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ കള എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു വില്ലൻ.
അത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതാ കണ്ടില്ലേ, പിന്നെ നമുക്ക് എന്ത് ചെയ്താലും കണ്ടില്ലേ ഇത്രയും ഭാഗത്തേക്ക് സ്പ്രെഡായി അവൻ. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ കുറവാണിത്. നമ്മൾ ഇവനെ കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണമായിരുന്നു. ഇത്രയും വെറുതെ ഒന്ന് നിൽക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അവനേക്ക് ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലീഫ് വലുതെന്ന് പറഞ്ഞില്ലേ, ആ ലീഫ് വലിയ പേൾ ഗ്രാസ് നമുക്ക് കാണാം. നമ്മൾ പറഞ്ഞ വലിയ ലീഫുള്ള പേൾ ഗ്രാസ് ഇതാണ് കേട്ടോ. എസ്പെഷ്യലി ഐഷുവിന് ആദ്യമേ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതായത് നല്ല പച്ചപ്പാണ്, അത്യാവശ്യം വലിയ ലീഫാണ്, പിന്നെ എന്താ പറയുക നല്ല രസമാണ് മറ്റേനേക്കാളും. എനിക്ക് പക്ഷേ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ അന്ന് വിചാരിച്ചു ആ ഒരു ഇടയിലൊരു കളറും ചേഞ്ച് ആയിട്ട് വരുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ ഒരു സംഭവിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഭാഗത്ത് പോയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു കേട്ടോ, ഇതാണല്ലേ. ഇതെന്ന് വെച്ചാൽ ഈ ഇലകളില്ലേ, ഈ ഇലകൾ കൊഴിഞ്ഞു വീഴുമ്പോൾ നമ്മൾ അപ്പം അടിച്ചെടുക്കണം. നമ്മൾ ചിലപ്പോൾ അത് കാര്യമാക്കില്ല. അപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇല കിടന്ന ഭാഗത്ത് ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ കുറച്ചിങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ വേറെ ചെറിയ ഗ്രാസ് എന്ന് പറഞ്ഞല്ലേ, ചെറിയ ലീഫ് എന്ന് പറഞ്ഞില്ലേ, ആ ലീഫ് ഈ ലീഫും കൂടി വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഒരു സെക്കൻഡ്. ഇതാണല്ലേ, ഇത് ഇത്തിരി ഷോർട്ടാണ് ലീഫ്, ഭയങ്കര ഷോർട്ടാണ്. പക്ഷേ അതേസമയം ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ വലിയ ലീഫാണ്. അതാണ് ഞാൻ പറഞ്ഞ ഈ രണ്ട് ലീഫും തമ്മിലുള്ള വ്യത്യാസം. ഇത് കണ്ടില്ലേ, ഇത് ഷോർട്ടാട്ടോ, അങ്ങനെ വള്ളി പോലെ വരുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ വള്ളി പോലെയും വരുന്നില്ല കേട്ടോ. ഇത് അധികം വള്ളി പോലെ വരുന്നില്ല, ഇതിങ്ങനെയാണ് വരുന്നത്. ഒരു എന്താ പറയുക, വേറൊരു നമ്മൾ ഈ കിണറ്റിൻ്റെ ഉള്ളിലൊക്കെ വരുന്നൊരു ഇത് കണ്ടുണ്ടോ, അതുപോലെ ഒരു സംഭവം, ഒരു വെറൈറ്റി പേൾ ഗ്രാസ്. പക്ഷെ അത് നന്നായിട്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇതാണ് നല്ലതെന്ന്. അതായത് മറ്റേ ഗ്രാസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ ഫുൾ വ്യൂ കാണിച്ചു തരാം. പച്ച പൊതച്ചതുപോലെ ഉണ്ട് കണ്ടില്ലേ, പച്ച അങ്ങനെ പൊതച്ച പോലെയാണ് ഇത് കിടക്കുന്നത്. അതേസമയം നമ്മുടെ അത് പച്ച പൊതച്ചത് പോകണമെങ്കിൽ ഇത് ഇടയിൽ കണ്ടില്ലേ ഒരു കളർ ചേഞ്ച്. ഞാൻ ഈ കളർ ചേഞ്ചാണ് ഞാനും ആദ്യം നല്ലതെന്ന് വിചാരിച്ചു. പക്ഷേ പച്ച പൊതച്ച പോലെ കിടക്കുന്നതിനാണ് കേട്ടോ ബെറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുല്ലിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ പുല്ല് കരിഞ്ഞു പോവുകയെ കത്തിപ്പോവുകയെ കേടൊന്നും പോകുകയൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് മെയിൻ്റനൻസിൻ്റെ കുറച്ച് കുറവുണ്ട്. നമ്മളത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ എത്ര മെയിൻ്റെനൻസ് ചെയ്താലും ഇടയ്ക്ക് ഓരോ കളയും കാര്യങ്ങളൊക്കെ പുല്ലുകളിൽ വരും. അത് സഹജമാണ്, അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് വല്ല ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് വഴി ചോദിച്ചാൽ മതി. എന്നെക്കൊണ്ട് അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയുന്നതല്ല ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.